അപ്പോൾ ഇവിടുത്തെ ചെടിയെല്ലാം ഞാൻ മാറ്റി. ആ തെങ്ങിൽ ഓല മിക്കവാറും അവിടെ തങ്ങി നിൽക്കുകയാണ്. താഴോട്ട് ചെടിയുടെ മുകളിലോട്ട് വീഴുമായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വലിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് വീഴുന്നതിന് ഞാൻ അതെടുത്ത് മാറ്റി. രാവിലെ വെയിൽ കണ്ടപ്പോൾ ഓർത്തു ഇന്ന് അവധി തന്നിരിക്കുന്നു, അപ്പം വെയിലാണല്ലോ എന്ന്. പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ ഒന്ന് തെളിഞ്ഞ് നിന്നിട്ട് പിന്നെയും മഴയായി. അപ്പം അവധി കിട്ടിയത് എന്തുകൊണ്ടും നല്ല കാര്യം, എനിക്കും നല്ല കാര്യം. രാവിലെ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് വന്ന ഉടനെ കാത്തൂനെ കാണുവാണ്. കാത്തൂനെ കാണുന്നതിൻ്റെ കണ്ടം വരുന്ന രംഗമാണ്. അതാ ഇത്ര ഗൗരവത്തിൽ ഒരാളിരിക്കുന്നത്. ഭയങ്കര ഗൗരവമാണ്. നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് നോക്കുന്ന പോലുമില്ല. കണ്ടം വരുന്ന രംഗമാണ്. കണ്ടനെ ഭയങ്കര പേടിയാണ്. ഇവിടുത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഒരു ചിന്തയുണ്ട്, ദോശയും സാമ്പാറും അല്ലെങ്കിൽ ഇഡലി സാമ്പാർ, പിന്നെ പുട്ട്, കടല, ഇതൊക്കെ കഴിക്കാവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. ഏത്തപ്പഴം പുഴുങ്ങിയത് കുട്ടികൾക്ക് നല്ലതാണ് ആരോഗ്യത്തിന്. കൂടാതെ നമ്മുടെ ആരോഗ്യവും ഉത്സാഹത്തിന് അനുസരിച്ച് ജോലി ചെയ്യുക. കാരണം കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് എപ്പോഴും അടുക്കളയിൽ തന്നെ ആയിരിക്കും പണി. അതുപോലെ തന്നെ എനിക്കിവർക്ക് ഓരോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ, അതും പറയാതിരിക്കാൻ മേല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതുണ്ടാക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന് കാലിന് ഭയങ്കര വേദന. എൻ്റെ വലത്തെ മുട്ടിന് ടീയറുണ്ട്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. കുറേ നാളായി. അപ്പോൾ നമ്മൾ 2-3 ഡോക്ടറിനെ കാണിച്ച് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രായത്തിലെ ഓപ്പറേഷനൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ ഉറക്കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉറക്കം ശരിയല്ലെങ്കിൽ 2-3 ദിവസം കുഞ്ഞതിന് ഭയങ്കര പനിയായിരുന്നു. 102, 103 ഒക്കെ ടെമ്പറേച്ചറായിരുന്നു. അപ്പം അങ്ങനെ രാത്രിയിൽ എനിക്ക് ഉറക്കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകലൊന്നും പറ്റത്തില്ല. എൻ്റെ കാലിന് അന്ന് വേദന കൂടുതലായിരിക്കും. എല്ലാ എല്ലുകളും വേദനയായിരിക്കും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഈ 30 കഴിഞ്ഞ അമ്മമാരൊക്കെ ഇല്ലേ, അവരിങ്ങനെ അങ്ങ് ഓരോന്ന് ചെയ്ത് അങ്ങ് നടക്കും. എന്ത് ചെയ്താലും ശരീരത്തിന് എക്സസൈസും ഇല്ല, ഈ നല്ല ഉറക്കമുണ്ടോ അതും ഇല്ല. 30ൻ്റെ കണക്ക് പറഞ്ഞത് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ കേട്ടോ. അപ്പം 30 വയസ്സ് കഴിയുമ്പോഴായിരിക്കും മിക്ക രോഗങ്ങളും ഇങ്ങനെ തുടങ്ങുന്നത്. നിപ്പ നടപ്പ് ഇത് തന്നെ, നിന്നുകൊണ്ടുള്ള ജോലി. കുറേ ടൈം ഇങ്ങനെ നടക്കുക, ഇത് തന്നെ. പിന്നെ ഉറക്കമില്ലായ്മ. പിള്ളേർക്ക് വയ്യെങ്കിൽ അതിനുവേണ്ടി ഉറക്കളിച്ചിരിക്കുക. പിന്നെ അല്ലെങ്കിൽ പിള്ളേർക്ക് വല്ല ചാർട്ട് ഉണ്ടാക്കണമെങ്കിലോ വല്ല എന്തെങ്കിലും സ്കൂളിലേക്ക് ഉണ്ടാക്കണോ അതിനു വേണ്ടി ഉറക്കളിച്ചിരിക്കുക. ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ എല്ലാ രോഗങ്ങളും വണ്ടി പിടിച്ചിങ്ങി പോകുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു 40 വയസ്സാകുന്നതിന് മുമ്പേ ലോകത്തുള്ള എല്ലാ അസുഖങ്ങളും കൊണ്ട് നമ്മൾ സമ്പന്നരാണ്.